കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ചൊരു മീൻകറിയാണ്. എൻ്റെ മമ്മി ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ അത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ മീനാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. ഇതിന് ഇവിടെ ഒറാത്ത എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് നല്ല ചെതുമ്പലുണ്ട്. ഇത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്ക് കറി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മീനൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിന് നല്ല ചെതുമ്പലുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടാണ് കറി വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരല്പം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് ഇതിനകത്ത് ഉപ്പും മുളകും പുളിയും എല്ലാം നല്ലതുപോലെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ തക്കാളി, കുറച്ച് പുളി, ഒരു 4-5 അല്ലി പുളി ഇതുപോലെ വെള്ളത്തിലിട്ടത്, ഒരു 1/4 മുറിയോളം തേങ്ങ. ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും ഈ പൊടികളും എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇത് അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ചരുവം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റീൽ ചരുവത്തിലാണ് കറി വയ്ക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടി എൻ്റെ പൊട്ടിപ്പോയി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് ഇവിടെ നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ചേരുവകളെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആ എണ്ണയിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിൽ മഞ്ഞളിട്ടാണ് അരച്ചത് എങ്കിലും ഈ ഉള്ളി കാര്യങ്ങളൊന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് അത്രയും നേരത്തിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവം ഇതേപോലെ ഈ ഒരു പരുവം ആയാൽ മതി. കാരണം ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്,
ചെറുതായിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി, ആ ചൂട് കൊണ്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടുന്ന ആ ഒരു പരുവം മതി. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും ആ വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. തിളപ്പിക്കുമ്പോൾ ആ പുളിയുടെ സത്ത് മുഴുവൻ ഇറങ്ങി ആ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നല്ലതുപോലെ വേകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ച് നല്ല മണം വരുന്നുണ്ട്. ആ പുളിവെള്ളത്തിൻ്റെ നല്ലതുപോലെ തിളച്ച് ആ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സി കഴുകി എടുക്കുന്ന അത്രയും വെള്ളം മതി. ഇതിപ്പോൾ ഞാനൊരു 3/4 കിലോ മീനാണിത് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ചേർക്കാം. അതെല്ലാം അവരവരുടെ ഓപ്ഷനാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. മീൻ ഇടുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് തിളയ്ക്കാൻ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. തുറന്ന് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി കൂടി ഒന്നിട്ട് ഒരു 5 മിനിറ്റ്, തക്കാളി ഒത്തിരി വെന്ത് പോകണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൽ അല്പം കടുക് വറുത്തൊഴിക്കാം. കടുക് ഏകദേശം നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ സ്പൂണിന് ഒരു നുള്ള് ഇതുപോലെ ഒരു നുള്ള് മുളക് പൊടി കൂടി ആ ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞുമണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.